ഹായ് സുഹൃത്തുക്കളെ, നാക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റെസ്യൂമേ സീരീസിലെ അടുത്ത ഒരു റെസ്യൂമെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് റെസ്യൂമേയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റാണ്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വൈറ്റ് കളറാണ്. അതൊക്കെ പ്രിൻ്റ് എടുക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഫോട്ടോ ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു സ്റ്റാൻഡേർഡും വൈറ്റാണ്, അത് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം, അതായത് ഫോട്ടോ ഓപ്ഷണലാണ്. ഓക്കെ, ആവശ്യമില്ല, നിർബന്ധമില്ല. ആവശ്യമില്ല എന്നല്ല, നിർബന്ധമില്ല. ഓക്കെ, ഫോട്ടോ വെച്ചയക്കേണ്ട എടുത്തങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്കോ കമ്പനിയിലേക്കോ ഒക്കെ ഫോട്ടോ ആവശ്യമായിട്ട് വരുന്ന റെസ്യൂമേഴ്സ് കാണും. അപ്പോൾ അതിന് മാത്രം അങ്ങനെ അയച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അതും ബോൾഡാക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ അഡ്രസ്സ് എപ്പോഴും നിർബന്ധമില്ല. നമ്മുടെ പ്ലേസും ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പേരും അതേപോലെ അഡ്രസ്സും ഒക്കെ ഒരേ ഫോണ്ട് സൈസാണ്. അതേസമയം നമ്മുടെ പേര് ഇപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പം ഏരിയൽ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏരിയലിനകത്ത് ഒരു 12 സൈസ് 12 ഒക്കെ നമ്മൾ കണ്ടൻറ്റുകൾക്ക് കൊടുക്കുക. ഹെഡിങ് പോലുള്ള അല്ലെങ്കിൽ കുറച്ച് ബോൾഡായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾക്ക് 12 ബോൾഡോ അല്ലെങ്കിൽ 13 ബോൾഡോ അല്ലെങ്കിൽ 14, മാക്സിമം 14 വരെയൊക്കെ പോയാൽ മതിയാവും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പേര് നമുക്കൊരു 13 ബോൾഡിലോ ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം 12 ടു ഫോണ്ട് സൈസാണ് പറയുന്നത്. ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതോ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോണ്ട് നോക്കിയിട്ട് അതിനകത്ത് ആ ഫോണ്ടിന് നമ്മൾ ഈ പറയുന്ന സൈസിൽ ഏതാണോ മാച്ചിങ് ആവുന്നത് നോക്കുക കേട്ടോ. 12 ടു 14 അത്രയൊക്കെ മതിയാവും. അത്യാവശ്യം വായിക്കാൻ പറ്റണം, അതേ ഉള്ളൂ. എന്നാലും ഓവറായിട്ടുള്ള വലിപ്പവും ആയി പോകരുത്. ഓക്കെ, അപ്പോൾ 12 ഇടുക. 12 ബോൾഡാക്കി നോക്കുക. നോർമൽ കണ്ടൻറ്റുകളെല്ലാം 12 ഇടുക. അതാകുമ്പോൾ കുറച്ച് വായിക്കാൻ നല്ല വലിപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഏരിയൽ ഹെഡിങ്ങിനും ഏരിയൽ നാരോ കണ്ടൻറ്റിനും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഏരിയൽ നാരോ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നാരോ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അങ്ങനത്തെ ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണ. ഓക്കെ, സാധാരണ എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് സജസ്റ്റ് ചെയ്യുന്ന റെസ്യൂമേക്കെല്ലാം അങ്ങനെയാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ആ അഡ്രസ് പാർട്ട് കഴിഞ്ഞു. അഡ്രസ്സ് ഓപ്ഷണലാണ്. പ്ലേസൊക്കെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അടുത്ത ഇമെയിൽ ഐ ഡി ഉണ്ട്. വാലിഡായിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ആയിരിക്കണം. നമ്മളെപ്പോഴും തുറന്നു നോക്കുന്നതായിരിക്കണം. ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അതല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കണം. എവിടെയെങ്കിലും എഴുതി വെച്ചേക്കണം, മറന്നു പോകരുത്. കാരണം ഇതെപ്പോഴും ആവശ്യമായിട്ട് വരുന്ന മെയിലാണ്. അതേപോലെ തന്നെ ഫോൺ നമ്പർ. ഓക്കെ, പിന്നെ എഴുതിയേക്കുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഹെഡിങ് ആണ്. കരിയർ ഒബ്ജക്റ്റീവ് എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനകത്ത് കണ്ടോ, ഒറ്റ സെൻറ്റൻസിൽ ഒഴുക്കിക്കളഞ്ഞു. അതൊരു തൃപ്തികരമായ ഇതല്ല. നോക്കിയേ, നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ കരിയർ ഒബ്ജക്റ്റീവ് കൊണ്ട് ഒരു ഗുണവുമില്ല. അത് കാണുമ്പോഴേ നിങ്ങൾക്കും മനസ്സിലാവും. നിങ്ങളാണ് ഒരു ആളെ ഹയർ ചെയ്യാനിരിക്കുന്ന ആളെങ്കിൽ ഇങ്ങനെ ഇത് വായിച്ചാൽ നിങ്ങൾ അയാളെക്കുറിച്ച് എന്താ മനസ്സിലാക്കുക? ഒന്നും മനസ്സിലാകത്തില്ല. അയാൾ എന്താ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. അയാൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പം മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയ ഇതായിരിക്കും. റെസ്യൂമേ കിട്ടുമ്പം മെയിനായിട്ട് ഇവിടം വായിച്ചാൽ ഏകദേശം ഓവറോൾ ഒരു ഐഡിയ ഇദ്ദേഹത്തെ കുറിച്ച് കിട്ടുക എന്നുള്ളതാണ് ഈ കരിയർ ഒബ്ജക്റ്റീവ് കൊണ്ടുള്ള ഗുണം. മീൻസ് അത്രയും അതൊരു 3-4 സെൻറ്റൻസിൽ ഒതുക്കി നമ്മളെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും സ്കില്ലുകളും എക്സ്പീരിയൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കരിയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സംഭവം
നമ്മൾ എടുക്കത്തില്ല അല്ലേ? അങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്. അടുത്തത് നേരെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ് നേരെ അക്കാഡമിക് ഡീറ്റെയിൽസിലേക്കാണ് പോയേക്കുന്നത്. അപ്പം ഇടയ്ക്കൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് തുടക്കത്തിൽ മനസ്സിലാവുക. ഓക്കെ, ചിലപ്പം താഴോട്ട് പോകുമ്പം കാണുമായിരിക്കാം. നോക്കാം. അക്കാഡമിക് ഡീറ്റെയിൽസിൽ തന്നെ SSLC, പിന്നെ +2, പിന്നെ ITI, പിന്നെ പോളിടെക്നിക്. നേരെ തിരിച്ചുള്ള ഓർഡർ ആയിരുന്നു നല്ലത്. ലാസ്റ്റ് പഠിച്ചത് ഇപ്പം 2019 പഠിച്ചതാണ് പോളിടെക്നിക്, അപ്പോൾ അത് ആദ്യം വെക്കുക. 2017 ITIയിൽ പഠിച്ചത്, അത് രണ്ടാമത് വെക്കുക. പിന്നെ ഇത് രണ്ടിൻ്റെ ആവശ്യമില്ല. +1 +2 10ാം ക്ലാസ്സും +2 അതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ITIക്കും പോളിടെക്നിക്കും ഒക്കെ പോവുള്ളൂ. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടിട്ട് ഇത് ഒഴിവാക്കുമ്പം അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഇപ്പം കണ്ടോണം, ITIയിൽ നമ്മൾ PTech പ്രൈവറ്റ് ITI ഏറ്റുമാനൂർ. ഓക്കെ, കോഴ്സ് പഠിച്ചത് കോപ്പയാണ്. കോപ്പ എന്ന് പറഞ്ഞാൽ കോ ആൻഡ് പോയ PA എന്നാണ് അതിൻ്റെ ശരിക്കും. നമ്മൾ കോപ്പ എന്ന് എഴുതുമെങ്കിലും വായിക്കുമെങ്കിലുമൊക്കെ അത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു കോഴ്സാണ്. അത് ഫുള്ളായിട്ട് എഴുതാൻ, കോഴ്സിൻ്റെ പേര് അങ്ങനെ ഫുള്ളായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. കാരണം ഇത് കോഴ്സിൻ്റെ ഈ ഒരു ഷോർട്ട് ഫോം അറിയാത്ത ആൾക്കാർക്കത് പാടായി പോകും, കോപ്പ എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ പൂർണ്ണ രൂപം തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ പേര് ആദ്യം കൊണ്ട് എഴുതുക. കണ്ടോ, അതായത് ഈ കോഴ്സിൻ്റെ പേര് ആദ്യം എഴുതണം. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരൊക്കെ പിന്നീട് മതി. അതിന് തൊട്ട് താഴെയായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഇവിടെ കണ്ടോ, PTech ITI എന്നാണ് എഴുതിയിരിക്കുന്നത്. PTech പ്രൈവറ്റ് ITI എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ PTech പ്രൈവറ്റ് ITI എന്നുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നമ്മൾ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ കണ്ടോ, PTech ITI പ്രൈവറ്റ് ITI ഒരു ഫേസ്ബുക്ക് പേജ് മാത്രമാണുള്ളത്. അല്ലാതെ അവർക്ക് PTech അത് 8 ഫോളോവേഴ്സ്. അപ്പോൾ അതൊരു കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് കണ്ടോ, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പേജല്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യുക, ആ രീതിയിൽ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് നമ്മൾക്കും നല്ലതാണ്. പക്ഷേ ഇതങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിൽ അറിയിച്ച് അതങ്ങനെ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വന്നാൽ ഏറ്റുമാനൂരുള്ളതാണ് PTech പ്രൈവറ്റ് ITI. അപ്പം ഇൻ കേസ് നമ്മളങ്ങനെ സ്ഥാപനമൊക്കെ അടിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേജോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേജൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ എല്ലാവരും കയറി ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് അടിച്ച് നോക്കും എന്നല്ല പറയുന്നത്. അടുത്തത് എനിക്ക് തോന്നുന്നു അതിന് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എന്നതിന് പകരം നമ്മൾ പഠിച്ച, അതായത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുന്ന NCVT ആണ് അല്ലേ? NCVT ആണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്. അപ്പോൾ NCVT എന്ന് ഇവിടെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, PTech പ്രൈവറ്റ് ITI ഏറ്റുമാനൂർ എന്നതിന് പകരം NCVT സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത രീതിയിൽ NCVT കാണിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ പോളിടെക്നിക്ക് പഠിക്കുമ്പോഴും ഗവൺമെൻറ് പോളിടെക്നിക്ക് കോളേജ് എന്നുള്ളതിന് പകരം നമുക്ക് നമ്മുടെ ഡിപ്ലോമ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റുകൾ തരുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് അവിടെ വെക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ. ഓക്കെ, ഇതൊക്കെ തിരിച്ചെവിടെ നമ്മുടെ കോഴ്സിൻ്റെ പേരാദ്യവും പിന്നീട് സർട്ടിഫിക്കറ്റ് തരുന്നതും വർഷമൊക്കെ അതിൽ സൂചിപ്പിച്ചാൽ മതിയാവും. അവിടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതി. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തിനാണ് ഒരു ജോലിക്ക്? ഒരാവശ്യമില്ല. നമ്മുടെ ജനിച്ച വർഷം, നമ്മുടെ ഫാദർ നെയിം, നമ്മുടെ ജെൻഡർ, നമ്മുടെ റിലീജിയൻ കൊണ്ട് ഒരു ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ജോലിക്ക് ഒരു റിലീജിയൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഡേറ്റ എൻട്രി ജോലിയാണെന്ന് വെക്കുക. ആ ഡേറ്റ എൻട്രി ജോലിക്ക് നമ്മൾ ഈ റിലീജിയൻ കൊണ്ട് എന്താണ് ഗുണം? ആ ജോലിയിലേക്ക് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്തരം ഡേറ്റ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല അത്തരം ജോലിക്ക്. നമ്മൾ ജോലിക്കൊരു റിലീജിയൻ, അല്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ജോലിക്കൊക്കെ നമുക്ക് ഈ
മറ്റേത് കിട്ടുമല്ലോ, ഒരു 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 എന്തോ അതിന് പറയും, സംവരണം എന്ന് പറയുന്നതിന് റിലീജിയൻ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമ്മൾ റെസ്യൂമേക്കകത്ത് റിലീജിയൻ കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു സംവരണമോ ജോലിയിലൊരു ഇതോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഈ പേഴ്സണൽ ഡീറ്റെയിൽസേ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. നാഷണാലിറ്റി, ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നതിന് നാഷണാലിറ്റിയൊക്കെ കാണിക്കണമെന്നൊന്നുമില്ല. മദർ ടങ്ക്, ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാൽ മതിയാവും. മദർ ടങ്ക് ഒന്നും വേണ്ട. ലാംഗ്വേജസിനകത്ത് നമ്മൾ മലയാളം നേറ്റീവ് ആണെന്നും ഇംഗ്ലീഷ് നമുക്ക് വർക്ക് ലിമിറ്റഡ് വർക്ക് പ്രൊഫഷൻസി ആണെങ്കിൽ അത് വെക്കാം. അതല്ലെങ്കിൽ എക്സലൻ്റ് പ്രൊഫഷൻസി, വർക്കിംഗ് പ്രൊഫഷൻസി ആണെങ്കിൽ അങ്ങനെ വെക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ലാംഗ്വേജസിനകത്ത് അതൊക്കെ ഉൾപ്പെടുത്തിയാൽ മതിയാവും. ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഒഴിവാക്കുക. പിന്നെ കൊണ്ടുവന്ന് എഴുതിയേക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഈ എക്സ്പീരിയൻസ് നമ്മൾ റെസ്യൂമേയിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ തന്നെ കൊണ്ടുവെക്കുക, എഴുതുക എന്നുള്ളതാണ്. ഇത് കണ്ടോ, 2 year ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, 2 വർഷത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് പോസ്റ്റിലാണ് വർക്ക് ചെയ്തത്, ആ പോസ്റ്റിൻ്റെ പേരില്ല. എവിടെയാണ് വർക്ക് ചെയ്തത് അതുമില്ല. എത്ര നാൾ വർക്ക് ചെയ്തു, 2 വർഷം, അത് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. എന്നാൽ എന്നാണ് ജോലിക്ക് കയറിയത്, ജോയിനിങ് തൊട്ട് നമ്മൾ റിസൈൻ ചെയ്തിടം വരെയുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അവിടെയാണോ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 2 വർഷം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് നമ്മളവിടെ ചെയ്തത്, എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളവിടെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്താണ് വർക്ക് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു ഇൻപുട്സും നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ അത് ഒരു നെഗറ്റീവാണ്. അതുകൊണ്ട് ഇതൊക്കെ റിജക്റ്റ് ചെയ്ത് വിടും. ഓക്കെ. 1 year ആൻഡ് 2 months ഓഫ് എക്സ്പീരിയൻസ് ആസ് എ സൂപ്പർവൈസർ. ഇവിടെ സൂപ്പർവൈസർ എന്നെങ്കിലും എഴുതിയിട്ടുണ്ട്. കോൺട്രാക്റ്റിലാണോ അല്ലയോ എന്നുള്ളത് വിഷയമില്ല. ഓക്കെ, അതൊന്നും അതിൽ എടുത്ത് കാണിക്കുകയൊന്നും വേണ്ട. നമ്മൾ സൂപ്പർവൈസർ ആണെങ്കിൽ സൂപ്പർവൈസർ എന്ന് എഴുതുക. എന്നിട്ട് താഴെ MRF ഔട്ട്സൈഡ് യൂണിറ്റ്, അങ്ങനെയാണോ അതിൻ്റെ, നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിൽ കാണും ആ ഫേമിൻ്റെ കറക്റ്റ് നെയിം. ആ കറക്റ്റ് നെയിം തന്നെ ഇതിൽ കൊടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് നമ്മൾ ജോയിനിങ് ഡേറ്റും റിസൈൻ ചെയ്യുന്ന ഡേറ്റും ഒക്കെ അതിൽ കാണും. അപ്പോൾ അതൊക്കെ കൃത്യമായി തന്നെ ഇതിൽ അടയാളപ്പെടുത്തുക. അതല്ലെങ്കിൽ അത് തമ്മിൽ മിസ്മാച്ച് വരും, അത് നമ്മുടെ ജോലിയെ ബാധിക്കും. ജോലിയിലേക്കുള്ള സെലക്ഷനകത്ത് നമ്മളതൊക്കെ റിജക്റ്റ് ചെയ്യപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ അത് നല്ലതാണ്. കൃത്യമായി അങ്ങനെ നോക്കുന്നത് നല്ലതാണ്. ഇപ്പം MRF ഔട്ട്സൈഡ് യൂണിറ്റ്സ് എന്നൊക്കെ എഴുതുന്നത്, ഇപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ MRF ഔട്ട്സൈഡ് യൂണിറ്റ്സ്, MRFൻ്റെ തന്നെയാണ് ഔട്ട്സൈഡ് യൂണിറ്റ്സ് എങ്കിൽ അതവിടെ നമ്മൾ MRF എന്ന് തന്നെ എഴുതുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. MRFൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു, കാരണം MRFൻ്റെ അണ്ടറിലുള്ളതാണ് ഈ ഔട്ട്സൈഡ് ഡയറക്റ്റ് ആണെങ്കിൽ. ഇനി അതല്ല MRFൽ നിന്ന് കോൺട്രാക്റ്റ് എടുത്തിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫേം ആണെങ്കിൽ ആ ഫേമിൻ്റെ പേരാണ് കൊടുക്കുന്നത്. കാരണം അവർ ചിലപ്പം MRFൻ്റെ ഈ ഔട്ട്സൈഡ് യൂണിറ്റ്സൊക്കെ ഫ്രാഞ്ചൈസി പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കാം, അറിയില്ല, ആയിരിക്കാം, നമ്മൾ ഊഹിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ട് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഡയറക്റ്റ് MRFൻ്റെ യൂണിറ്റ് ആണെങ്കിൽ MRF എന്ന് വെച്ചാൽ മതിയാവും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നോക്കുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഫേമിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. ഓക്കെ. ഇവിടെ 1 year ആൻഡ് 2 months എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഇത്രയും നാൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ ഒരു ഗുണം, അല്ലെങ്കിൽ കമ്പനിക്ക് എന്താണ് ഗുണം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ വർക്കിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അതും കൂടി വ്യക്തമാക്കുന്ന ബുള്ളറ്റ് പോയിൻറ്റ്സുകൾ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എക്സ്പീരിയൻസ്, എന്നാണ് ജോലിക്ക് കയറിയതെന്നോ എന്നാണ് ഇറങ്ങിയതെന്നോ ഇപ്പോൾ വർക്ക് ചെയ്യുവാണോ ഒന്നും ഇതിനകത്ത് അറിയാൻ പറ്റത്തില്ല. സ്ട്രെങ്ത്, വീക്ക്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഓക്കെ. ടീം പ്ലെയർ, ഫാസ്റ്റ് ഗ്രാസ്പിംഗ്, ഇതൊക്കെ സ്കില്ല്, സോഫ്റ്റ് സ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതൊക്കെ ആലോചിക്കണം. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവിനുണ്ടാവും. നമ്മുടെ ജോലിയിൽ ഈ സ്കില്ലുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്കുള്ളത് കൊടുക്കുക. അത് 1 or 2 ആണെങ്കിൽ പോലും ഉള്ളത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്.
ഡിക്ലറേഷൻ പാർട്ട് പൂർണ്ണമായിട്ടും എഴുതാക്കേണ്ടതാണ്. കണ്ടോ, മുകളിൽ കൊടുക്കുന്നതെല്ലാം കള്ളമാണ് എന്നുള്ളതാണ്. ഇത് വെട്ടിക്കഴിഞ്ഞാൽ മീൻസ് ഈ ഡിക്ലറേഷൻ പാർട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മുകളിലുള്ളതെല്ലാം കള്ളമാണെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് എടുത്തു പറയുന്നത് മുകളിൽ പറയുന്ന എല്ലാം സത്യമാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡിക്ലറേഷൻ പാർട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പ്ലേസ്, ഡേറ്റ്, ഇതൊക്കെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് വരാഞ്ഞത് പ്രൊജക്ട്സ്. നമ്മൾ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. അതുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. സർട്ടിഫിക്കേഷൻസ്, നമ്മളെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് AI ടൂൾസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് ഈ റെസ്യൂമെയിൽ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടിയൊക്കെ നല്ലതായിരിക്കും. പിന്നെ എന്താണ് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് നമ്മളെന്തെങ്കിലും നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാം. അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ടാക്കി അത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ പേജ് കണ്ടോ, ഈ പേജിൽ ആദ്യത്തെ ഷീറ്റും രണ്ടാമത്തെ ഷീറ്റും തമ്മിൽ കണ്ടോ, ഈ ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു പേജ് തമ്മിലുള്ള ആ സൈസ്, പേജിൻ്റെ സൈസ്, ഇപ്പോൾ A4 ആണെങ്കിൽ 2 A4 ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ കൃത്യമായിരിക്കണം. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഒരു പ്രിൻ്റഡ് കോപ്പിയെ സ്കാൻ ചെയ്ത് PDF ആക്കി അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നല്ലതല്ല. നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ സേവ് ചെയ്ത് PDF ആയിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ PDF ആയിട്ട് സേവ് ചെയ്യുന്ന സാധനം അയച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, പ്രിൻ്റ് എടുത്തിട്ട് പിന്നെയും സ്കാൻ ചെയ്ത് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മുടെ റെസ്യൂമെ സേവ് ചെയ്യുന്നത് നമ്മുടെ അതേ പേരിൽ തന്നെ സേവ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ വാലായിട്ട് CV എന്നോ റെസ്യൂമെ എന്നോ ഡേറ്റോ അല്ലെങ്കിൽ ന്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ നമ്മുടെ പേര് തന്നെ റെസ്യൂമയുടെ നെയിമായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു റെസ്യൂമെയിൽ നിന്ന് നമുക്ക് തെറ്റായിട്ട് തോന്നിയതും മനസ്സിലാക്കാൻ പറ്റിയതും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പിന്നെ നമുക്കിതിൽ കണ്ടൻറ്റുകളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റെസ്യൂമെ നോക്കാം. ഓക്കെ.